എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു. പകലോനസ്തമിച്ചാൽ പോലും നീ അതു തുടരുന്നു. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു. പകലോനസ്തമിച്ചാൽ പോലും നീ അതു തുടരുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, സർവലോക പരിപാലകനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും അവർക്ക് അവരുടെ ജീവിതത്തിൽ പിൻപറ്റാനും
മാതൃകയാക്കാനും യഥാർത്ഥത്തിലുള്ളൊരു നാഥനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷങ്ങളും സാഹചര്യങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ദീനിൻ്റെതായ വക്താവായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ദിശാബോധം കാണിക്കുവാൻ അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. എന്നാൽ പ്രവാചകരെക്കുറിച്ചോ അവിടുത്തെ അനുചരന്മാരെക്കുറിച്ചോ അറിയാത്ത, പഠിക്കാത്ത, അവരുടെ ജീവിതങ്ങളോ ചരിത്രങ്ങളോ ചരിത്ര പശ്ചാത്തലങ്ങളോ സ്വഭാവങ്ങളോ സ്വഭാവ മാതൃകകളോ ഗ്രഹിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും സാഹചര്യങ്ങളിൽ ലഭ്യമാവാത്ത നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പ്രവാചകരെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രവാചകന്റെ ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഷമാഇൽ മുഹമ്മദിയ പോലെയുള്ള പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതായത് പ്രവാചകന്റെ സ്വഭാവ മാതൃകകൾ. അതിൽ 51ഓളം അധ്യായങ്ങളിലായിക്കൊണ്ട് പ്രവാചകരുടെ രൂപങ്ങളെക്കുറിച്ച് മുൻഗാമികളായ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇമാം തുർമുദിയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്വഹാബിവര്യന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വല്ല വ്യക്തികളെയും കുറിച്ച് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയാൻ വലിയ വാക്കുകളാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അറിയാം, അവരുടെ ജീവിതചര്യകളെക്കുറിച്ച് അറിയാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുകയും ജീവിതം ദീനിന് വേണ്ടി അതുപോലെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച മുൻഗാമികളായ നേതാക്കന്മാർ, ആ സ്വഹാബത്തിന്റെ ചരിത്രം ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് സ്വർഗാവകാശികളായ മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാർ അതറിയില്ല. നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കോ കുട്ടികൾക്കോ ഒക്കെ അത് പഠിപ്പിക്കണം. നമ്മൾ തന്നെ അത് പഠിക്കണം. അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ സ്വർഗാവകാശികളായ 10 സ്വഹാബിവര്യന്മാരെന്താണ്? ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ചരിത്രം പഠിച്ചാൽ തന്നെയും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും. ഒരാളെ നമ്മൾ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അയാളുടെ ചരിത്രങ്ങൾ നമുക്കറിയുന്നു. ഒരു സിനിമാ നടനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചരിത്രങ്ങൾ അറിയാം. അതുപോലെ സ്പോർട്സിലോ ക്രിക്കറ്റിലോ ഒക്കെ അവരുടേതായ ജീവിതവും ചരിത്രവും അവർ ചെയ്ത മുഴുവൻ ത്യാഗങ്ങളും അവരെക്കാൾ കൂടുതൽ കേന്ദ്രീകരിച്ച് പഠിച്ച് അതൊക്കെ മനസ്സിലാക്കി നടക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതിവിശേഷങ്ങളും ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീനിനു വേണ്ടി ജീവിച്ച ആ മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാർ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. കാരണം അള്ളാഹ് അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലാണ് എന്ന് മുന്നിൽ ഇരിക്കുന്ന ഓരോ സ്വഹാബികളെ ചൂണ്ടിയിട്ട്, അബൂബക്കർ നിങ്ങൾ സ്വർഗത്തിലാ, ഉമർ നിങ്ങൾ സ്വർഗത്തിലാ, ഉസ്മാൻ നിങ്ങൾ സ്വർഗത്തിലാ, അലി നിങ്ങൾ സ്വർഗത്തിലാണ്, സഈദ് സുബൈർ തുൽഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബൂബൈത്ത് ബിൻ ജറാഹ് നിങ്ങളൊക്കെ സ്വർഗത്തിലാ എന്ന് അവരെ ഇഹലോകത്ത് അവരുടെ ജീവിതവും അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാരഥന്മാർ. അതിന് പുറമേയും നിരവധി സ്വഹാബിവര്യന്മാർക്ക് അതുപോലെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുടെ കൂടെ ജീവിച്ചവരൊക്കെ സ്വർഗത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വഹാബിവര്യന്മാരിൽ ഏതെങ്കിലും ഒരാളുടെ ചരിത്രം നമ്മൾ പഠിക്കുക. കാരണം യഹ്ഫളൂനി ഫി അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സൂക്ഷിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ആ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നതിലൂടെ റസൂലുള്ളാഹിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അതുപോലെ അക്രിമു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഫഇന്നഹും ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരവരാണ്. കാരണം ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ സുരക്ഷിതാവസ്ഥയാണ്. എൻ്റെ സ്വഹാബത്തിന് ഞാൻ സുരക്ഷിതാവസ്ഥയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഭൂമിയിൽ സംഭവിക്കാനുള്ളതെല്ലാം വരും എന്നൊരു പ്രവചനമുള്ള ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഞാൻ എൻ്റെ സ്വഹാബത്തിന് സുരക്ഷിതത്വമാണ്, എൻ്റെ സ്വഹാബത്ത് മറ്റു മനുഷ്യർക്ക് സുരക്ഷിതാവസ്ഥയാണ്, അല്ലെങ്കിൽ സുരക്ഷിതത്വമാണ്. ആ സ്വഹാബത്ത് മൺമറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ വരും. അതായത് മാർഗദർശകരായിക്കൊണ്ട് ആളുകളില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് സ്വഹാബത്തിനോടുള്ള സ്നേഹമെന്നാൽ അവരുടെ ചരിത്രങ്ങൾ ഇന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. പല സ്വഹാബികളുടെയും ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്നിടത്ത് അവർ സ്വാർത്ഥവാഹകന്മാരും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെയുള്ള ആളുകൾ എന്നൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ മുസ്ലിം നാമധാരികൾ എഴുതി ചേർക്കുന്നുണ്ട്. പിന്നെയല്ലേ അമുസ്ലിങ്ങളായ ആളുകൾ. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ
ദീനിന് വേണ്ടി ഏത് സമയത്ത് മദീനയിലെ മസ്ജിദ് നബവിയിൽ വന്നുകൊണ്ട് ദീന് പഠിക്കുകയും ആ പഠിച്ച ദീന് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിന്റെ മുന്നിലായിക്കൊണ്ട് പറയുന്നത് അബീ ഹുറൈറ, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനമെന്നാണ്. ആ അബൂ ഹുറൈറ ജൂതനാണ്, അദ്ദേഹം ചില്ലിക്കാശുകൾക്ക് വേണ്ടി ഹദീസുകൾ നിർമ്മിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന രീതിയിൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ ഒരു മനുഷ്യനെ ഇകഴ്ത്തുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കണം, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ ഗ്രഹിക്കണം, അതിലൂടെ അവരിലേക്ക് അടുക്കണം. കാരണം അങ്ങനെ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നു എങ്കിൽ അത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ്. അൻസ്വാരികളെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അൻസാരികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ അൻസ്വാരികളായ സഹാബത്തിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അവരിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇഹലോകവും പരലോകവും നന്മയാർന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നതാണ്. അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരിൽ ഒരു സഹാബി വര്യനാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മഹാരഥന്മാരായ ഈ സഹാബി വര്യന്മാര് അവർ പ്രവാചകരെ ഏറെ സ്നേഹിച്ചു. എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തെയും ധനത്തെയും കുടുംബത്തെയും എന്തിനേയും ത്യജിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു അവർ. അവർക്ക് അവരുടെ സമ്പത്ത് പ്രശ്നമല്ല, അവരുടെ കുടുംബ പ്രശ്നമല്ല, അവരുടെ ശരീരവും പ്രശ്നമല്ല. അതായത് സ്വന്തം ശരീരം, അതായത് ഉഹദ് യുദ്ധത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബി വര്യന്മാര് പ്രവാചകരുടെ മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് പറയുകയാ, പ്രവാചകരെ എൻ്റെ പിറകിലേക്ക് മാറി നിൽക്കൂ, അമ്പുകൾ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഏറ്റുവാങ്ങട്ടെ. അതുപോലെ സ്വഹാബികളുടെ ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തിറക്കുന്ന പോയിട്ട് അവിടുത്തെ നിസ്സാരമാക്കി സംസാരിക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ എൻ്റെ ശരീരം നിങ്ങൾ വെട്ടിനുറുക്കിക്കോളൂ എന്ന് പറയുന്ന സ്വഹാബി വര്യന്മാര്. അതുപോലെ ബനൂദിയാനക്കാരിയായ സ്വഹാബ വനിതയുടെ ചരിത്രമുണ്ട്. പിതാവ് മരണപ്പെട്ടപ്പോഴും സഹോദരങ്ങളും ഭർത്താവും ഒക്കെ മരണപ്പെട്ടപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക്. മറിച്ച് എൻ്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സ്വഹാബ വനിതകളുടെ ചരിത്രങ്ങൾ. അവരുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും മർദ്ദനങ്ങളും പീഡനങ്ങളും താണ്ഡവങ്ങളും കഷ്ടതകളും ആദികളും വ്യാധികളും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ദീനിനു വേണ്ടി ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് എൻ്റെ ശരീരത്തേക്കാൾ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് അതിൽപ്പെട്ട ഒരു സ്വഹാബി വര്യനാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഓരോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത ഗ്രന്ഥം എന്നത് അസ്ഹുൽ കുത്തുബ് ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് ശേഷം ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാമത്തെ ഗ്രന്ഥം എന്നത് അശ്ശൈഖുൽ ഇമാമുൽ ഹാഫിദ് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം മുഗീറത്തുൽ ബുഖാരി റഹിമഹുല്ലാ രചിച്ച സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ അതേ സ്ഥാനമുണ്ട് എന്ന് ലോക മുസ്ലിങ്ങൾ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഏത്? ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് എന്നത്. അതുപോലെ തുർമുദിയുണ്ട്, നസായിയുണ്ട്, ഇബ്നു മാജയുണ്ട്, അബൂദാവൂദിന്റെ ഹാക്കിം, ബൈഹഖി, ദാറഖുത്നി, ഇങ്ങനെ ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം വായനയുടെ പ്രാധാന്യവും വായിക്കുന്നതിന്റെ ആവശ്യകതയും. വായന എന്നത് ഒരു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പുരോഗതിക്കും യശസ്സിനും വായന അനിവാര്യമാണ്. അതിൽ വായിക്കേണ്ടതിൽ ഏറ്റവും നല്ല വായിക്കാൻ പറ്റുന്നത് വിശുദ്ധ ഖുർആനാണ്. അതുപോലെ പ്രവാചകരുടെ ഹദീസുകളാണ്, പിന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ എന്തിനാ പഠിക്കുന്നത്? പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടവ അറിഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി. എവിടെ രക്ഷപ്പെടണം? പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ രക്ഷപ്പെടണം. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് വായിക്കണം. വായിച്ചത് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അങ്ങ് പോവുകയല്ല, മറിച്ച് കുടുംബത്തിന് പറഞ്ഞു കൊടുത്ത് കുടുംബത്തെയും കുട്ടികളെയും എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിലോ ദൈവത്തെത്തിക്കാത്ത മക്കള് നാളെ നമുക്കെതിരായിക്കൊണ്ട് ശബ്ദിക്കുന്നു. ഈ പിതാവ് മാതാവ് എനിക്ക് ദീന് പറഞ്ഞു തന്നില്ല, അവരൊക്കെ പഠിക്കുന്നു, അവർ നമസ്കരിക്കുന്നു, സുബഹിക്ക് എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, ഞങ്ങളെ വിളിക്കാറേയില്ല എന്ന് മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ നമസ്കാരത്തിന് എന്തർത്ഥമാണ്? അപ്പോൾ മക്കളെ ഉപദേശിക്കാൻ കഴിയുന്ന, മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, 7 വയസ്സായാൽ മക്കളോട് നമസ്കരിക്കണമെന്നതും 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചുകൊണ്ടെങ്കിലും അവർ ശീലിപ്പിക്കണം. നമസ്കാരത്തിന്റെ കാര്യങ്ങൾ, പ്രാഥമികമായ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണം. അതൊക്കെ ഇന്നത്തെ ഖുതുബയിലൂടെ വായന എന്ന
രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അത് എന്താണത്? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യമേ അയാൾക്ക് ഉപകരിക്കുകയുള്ളൂ. ആ ഉപകരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായൊരു സന്താനം. എങ്ങനെയാണ് സ്വാലിഹായ സന്താനം? ദീന് പഠിപ്പിച്ച് ദീനനുസരിച്ച് ജീവിച്ച് താൻ മരണപ്പെടുമ്പോൾ ആ മരണത്തിന് ശേഷം തനിക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയം വിങ്ങിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന, തന്നെ കബറടക്കി കഴിഞ്ഞാലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന, അള്ളാഹുവോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന, ദാനധർമ്മങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യുന്ന തൻ്റെ സ്വാലിഹായൊരു മകൻ. അതാണ് മുൻഗാമികൾ ബാക്കി വെച്ചത്. മുൻഗാമികളായ സ്വഹാബി വര്യന്മാരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുണ്ട്. സഅദ് ബിൻ മുആദ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത രംഗങ്ങളിൽ അതുണ്ട്. അങ്ങനെ ഓരോ സ്വഹാബി വര്യന്മാരുടെയും അവരൊക്കെ മരിക്കുമ്പോൾ അവരുടെ ശേഷം ഇപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിമാനിക്കാമായിരുന്നു അബ്ദുല്ലാഹ് ബിൻ ഉമറിനെ പോലെ ഉള്ള സ്വഹാബിയെ കൊണ്ട്. കാരണം റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിച്ച, പ്രവാചകന്റെ ജീവിതം പോലെ നടക്കുകയും ഇരിക്കുകയും സംസാരിക്കുകയും അതുപോലെ പെരുമാറുകയും ചെയ്തിരുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമർ, ആ നല്ലൊരു മകൻ എനിക്കുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിമാനിക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്വഹാബികളിൽ ഓരോരുത്തരെ കൊണ്ടും അവരുടെ പിതാക്കന്മാർക്ക് അഭിമാനിക്കാൻ കഴിഞ്ഞിരുന്നു. നമുക്കും അങ്ങനെ അഭിമാനിക്കാനും ഉയർച്ചയിലേക്ക് എത്തിപ്പെടാനും കഴിയണം. എന്തുകൊണ്ട്? നമ്മുടെ മക്കൾ അങ്ങനെ ആയിത്തീരണമെന്ന്. അപ്പൊ സൂചിപ്പിച്ചു വന്നത്, ദീനീപരമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ വായനയെയും പഠനത്തെയും പ്രോത്സാഹിപ്പിക്കുക. പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിക്കുവാൻ, ഹദീസുകൾ പഠിക്കുവാൻ, അത് പ്രചരിപ്പിക്കുവാൻ, അതിൻ്റെ പ്രയോക്താക്കളും പ്രവിതാക്കളുമായി തീരുവാൻ അതിനായിരിക്കണം നമ്മൾ പ്രയത്നിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അത് ഫളായിലുസ് സഹാബ, സഹാബികളെ കുറിച്ചുള്ള മഹത്വവും ശ്രേഷ്ഠതയും ഔന്നത്യവും പഠിപ്പിക്കുന്ന ഒരു ബാബുണ്ട്. ആ ബാബില് മഹാനായ അബൂദർ ഗിഫാരി എന്ന മഹാനായ ഒരു സഹാബി വര്യന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. ഗിഫാർ ഗോത്രക്കാരനായ ഒരു സഹാബി. ഗിഫാർ ഗോത്രം എന്നാൽ കൊള്ളയും കൊലയും കൊത്തിവെപ്പും എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കാനും ചെയ്യാനും കഴിയുമോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ഗോത്രം. ആ ഗോത്രത്തിലാണ് അബൂദർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അബൂദർ ആണെങ്കിൽ ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള തിന്മകളോട് നീരസമായിക്കൊണ്ട് താല്പര്യമില്ലാതെ പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല, ആ ആളുകൾ ചെയ്യുന്ന തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നില്ല. അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം കച്ചവടവുമായി കൊണ്ട് പോകുന്ന വഴിയെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്നതായിക്കൊണ്ടും പ്രവാചകന്റെ പ്രബോധന മാർഗങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ഒരാളിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭ്യമായി. ഉടൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം, പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന അഭിലഷണീയമായ താല്പര്യാർത്ഥം അതിയായ ആഗ്രഹവും മോഹവുമായിക്കൊണ്ട് മക്കയിലേക്ക് അദ്ദേഹം തിരിക്കുകയാണ്. കഅബാലയത്തിലേക്ക് അദ്ദേഹം ചെന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം അവിടെയെല്ലാം ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുമായി സംസാരിക്കുകയും അങ്ങനെ ഒരുപാട് ദിനങ്ങൾ അവിടെ കഴിച്ചുകൂട്ടുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് എത്തിപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മേൽ എൻ്റെ സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി കൊണ്ട് സലാം പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തിലൂടെയാണ് സലാം പറയുക എന്ന മഹത്വം തന്നെ, അല്ലെങ്കിൽ പ്രവാചകന്മാര് മുഴുവനും തഹിയ്യത്തായി സ്വീകരിച്ച, അഭിവാദ്യമായി സ്വീകരിച്ച ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എല്ലാ പ്രവാചകന്മാരുടെയും അഭിവാദ്യങ്ങളിൽ ഏറ്റവും നല്ല അഭിവാദ്യം സലാം പറയുക എന്നതാണ്. ആ സലാം പറയുന്ന മാതൃക അബൂദർ ഗിഫാരിയിലൂടെയാണ് ഒന്നാമതായി മുസ്ലിം സമൂഹത്തിന് ലഭ്യമാകുന്നത് എന്ന് ഇമാം മുസ്ലിം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നബിയോട് സലാം പറഞ്ഞു. കാരണം സലാം പറയുക എന്നത് എവിടെയും പറയാം. നമുക്കൊരു മരണ വീട്ടിൽ കയറി ചെന്നാലും, ഇനി ഒരു സൽക്കാര വീട്ടിലോ കല്യാണ വീട്ടിലോ എവിടെ കയറി ചെന്നാലും പറയാൻ പറ്റാവുന്ന ഒരേ ഒരു വാക്യമുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും. അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 പ്രതിഫലമായി കൊണ്ട് റസൂൽ വിശദീകരിച്ച ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മുഴുവനായിക്കൊണ്ട് ഒരാൾ പറയുന്നുവെങ്കിൽ 30 പ്രതിഫലമാണ് ആ മനുഷ്യനുള്ളത്. അപ്പോൾ സലാം പറയണം. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും ഇനി യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തീർക്കാനും അതുപോലെ തന്നെ പരസ്പരം സാഹോദര്യത്തോടു കൂടി ജീവിക്കുവാനും അതേ പ്രകാരം തന്നെ നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും
പിന്നെയോ അവിടുന്ന് വീണ്ടും വിശദീകരിക്കുകയാണ്, സലാം പറയുന്നതിലോടുകൂടി നിങ്ങൾക്കിടയിൽ ഒരുപാട് നന്മകൾ വർദ്ധിക്കുമെന്നതും സ്വർഗത്തിലേക്ക് സമാധാനത്തോടു കൂടി പ്രവേശിക്കാൻ കഴിയുമെന്നതും അതുപോലെ ഒരു മുസ്ലിമിനുള്ള ബാധ്യതകൾ എന്നത് സലാം പറയുക എന്നതാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്തായാലും ഈ സ്വഹാബിവരിലൂടെയാണ് ആദ്യമായി നമുക്ക് സലാം എന്നതിന് ലഭ്യമാകുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. പ്രവാചകൻ ഉടനെ ചോദിക്കയാ, മനന്ത്, നീ ആരാ? അദ്ദേഹം പറഞ്ഞു, ഇഫാർ, ഞാൻ ഇഫാർ ഗോത്രക്കാരനാണ്. ഗിഫാർ ഗോത്രത്തിൽ നിന്ന് ആരാ? അബൂദറ. അതെ, ഞാൻ അബൂദറാണെന്ന് പറഞ്ഞു. അബൂദർ ഇൽഫാരിയാണോ നീ? അതെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ഭുതമായി. കാരണം ഇൽഫാർ ഗോത്രം എന്നാൽ നാട്ടിലെ മുഴുവൻ തിന്മകൾക്കും നേതൃത്വം നൽകുന്ന, നാട്ടിലെ മുഴുവൻ മോശമായ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന, എല്ലാവരുമായി തിന്മയിൽ വർത്തിക്കുന്ന, എല്ലാവരുടെയും കച്ചവട സാധനങ്ങളെയും കച്ചവട സാമഗ്രികളെയും കൊള്ള ചെയ്യുന്ന ഒരു ഗോത്രമാണ് ഇഫാർ ഗോത്രം. ആ ഇഫാർ ഗോത്രത്തിൽ അബൂദറാണോ നീ എന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മതാ കുൻത ഹാഹുന, എത്ര കാലമായി നീ ഇവിടെ വന്നിട്ട്? അദ്ദേഹം പറയുകയാ, 30 ദിനരാത്രങ്ങളായി, 30 ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട്. വീണ്ടും റസൂലുള്ളാഹിക്ക് അത്ഭുതമായി, ഫമൻ കാന യുത്ഇം, നീ എന്താ ഭക്ഷിച്ചത്? ഇത്ര ദിവസം ഇവിടെ ജീവിച്ചിട്ട് എന്താ നീ ഭക്ഷിച്ചത്? അദ്ദേഹം പറയാണ്, മാ കാന ലി തുആമു ഇല്ലാ മാഉ സംസം, സംസം വെള്ളമല്ലാതെ മറ്റൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. വെറും സംസം വെള്ളം മാത്രമാണ് ഇത്രയും ദിനങ്ങളിൽ ഞാൻ കുടിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ ഗിഫാരി എന്ന മഹാനായ സ്വഹാബിവരൻ പറയുകയാണ്. റസൂലുള്ളാഹിക്ക് വീണ്ടും അത്ഭുതമായി, സംസം മാത്രമാണ് നീ കുടിച്ചത്? അതെ എന്ന് പറയുന്നു. അദ്ദേഹം പറയാ, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ശരീരം മെലിഞ്ഞൊട്ടിയ ശരീരമായിരുന്നു. ആരോഗ്യമോ അതുപോലെ ശക്തിയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ 30 ദിവസം സംസം വെള്ളം മാത്രം ഞാൻ കുടിച്ചപ്പോൾ ആരോഗ്യദൃഢഗാത്രനായി, ശരീരം പുഷ്ടിപ്പെട്ടു, എനിക്ക് ആരോഗ്യം വർദ്ധിച്ചു, എനിക്ക് എല്ലാറ്റിനും ഒരു സ്ഥൈര്യം വന്നിട്ടുണ്ട് നബിയെ. എൻ്റെ ശരീരത്തിൽ നോക്കൂ, നല്ല തടി കാണുന്നില്ലേ? ഇതൊക്കെ ഞാൻ സംസം വെള്ളം കുടിച്ചത് കൊണ്ടാ എന്ന് പറയുകയാ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്നഹാ മുബാറക, ഇന്നഹാ തുആമു തുഅം, സംസം എന്നത് ബർക്കത്തുള്ള വെള്ളമാണ്. സംസം എന്നത് ബർക്കത്തുള്ള വെള്ളമാണ്. സംസം എന്നത് എല്ലാറ്റിനും ഉള്ള ശമനമാണ്, അതിൽ ഔഷധമാണ്. എന്തൊരു ഉദ്ദേശത്തിനാണോ നിങ്ങൾ സംസം കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിയ്യത്തുകൾക്ക് അനുസൃതമായിക്കൊണ്ട് അത് നൽകപ്പെടുമെന്നതാണ്. പലപ്പോഴും ഇന്ന് സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല എന്ന് അതിനെ നിഷേധിക്കുന്ന ഹദീസിന്റെ നിഷേധികൾ വരെയുണ്ട്. സംസം വെള്ളത്തെ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് പരിഭാഷകളും ട്രാൻസ്ലേഷനും ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടമായി ഇന്ന്. എന്നാൽ ആ ട്രാൻസ്ലേഷൻ എഴുതുന്നു, അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് കൊടുക്കുകയാ, സംസം വെള്ളം എന്നത് പ്രത്യേകതയൊന്നുമില്ല, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ഹദീസുകളെ പുച്ഛിക്കുന്ന നീരസത്തോടെ താല്പര്യമില്ലായ്മയോടെ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു വിശ്വാസികതിന് കഴിയില്ല. വിശ്വാസികൾ മനസ്സിലാക്കുകയാണ്, ഈ അബൂദർ ഗിഫാരിയുടെ നാവിൻ തുമ്പിലൂടെ സംസമാണ് കുടിച്ചത് എന്നതും പ്രവാചകൻ അതിന് മൊഴിമുത്തുകളായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കയാ, ഇന്നഹാ മുബാറക, അത് ബർക്കത്തുള്ള വെള്ളമാണ്. അതാണ് വിശ്വാസികളുടെ മാനദണ്ഡം. ആ ബർക്കത്തുള്ള സംസം വെള്ളം കുടിക്കുന്നു, അത് കുടിക്കണം, അത് നമ്മൾ കുടിപ്പിച്ചിരിക്കണം. നമ്മുടെ ആളുകൾക്ക് അത് വിതരണം ചെയ്യണം. എങ്ങനെ? ഉംറയിലേക്കൊക്കെ പോകുമ്പോൾ സംസം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു നമ്മൾ, അതിലൂടെ നമ്മൾ ശമനം കണ്ടെത്തുന്നു. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിലേക്ക് വീണ്ടും തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇർജി ഇലാ ഖൗമിക ഫഖ്ബിർഹും ഹത്താ യഅതിക അംറ, നീ നിന്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഗോത്രത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. നിന്റെ കുടുംബത്തെയും സമൂഹത്തെയും നാട്ടുകാരെയും ഗോത്രങ്ങളെയും മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നീ ക്ഷണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നബിയോട് പറയുകയാ, റസൂലേ, ഞാൻ അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കഅബാലയത്തിൽ പോയിട്ട് ഒന്ന് പ്രഖ്യാപിക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാധുര്യവും മനോഹാരിതയും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും ആ കഅബാലയത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഞാൻ പഠിപ്പിക്കട്ടെ, ഞാൻ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് പറയുകയും ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വരമാധുര്യം പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. കഅബാലയത്തിൽ ഇരിക്കുന്ന കിങ്കരന്മാർ, ഖുറൈശി കിങ്കരന്മാർ, അവർക്കത് സഹിക്കാനും കഴിഞ്ഞില്ല. ആ അഹങ്കാരികളായ ഖുറൈശി സമൂഹം മഹാനായ അബൂദർ ഗിഫാരിയുടെ നേരെ ചാടി വീഴുകയും അദ്ദേഹത്തെ കിരുകയും ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയാണ്. ഉടനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് കയറി വന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആരെയാ നിങ്ങൾ ഈ അടിക്കുന്നത് എന്നറിയുമോ? ഗിഫാർ ഗോത്രത്തിലെ അബൂദർ. ഗിഫാർ ഗോത്രം എന്ന് നിങ്ങൾക്കറിയില്ലേ?
ഇഫാർ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടാർത്ഥം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, നിങ്ങൾ ഈ ഗോത്രവുമായി കൊണ്ടായിരിക്കും പോവുക. ആ ഗോത്രത്തിലൂടെ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ ആ ഗോത്രക്കാർ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളവർ വെറുതെ വിടുകയില്ല. നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും മുഴുവേൽപ്പിക്കും. കാരണം ഇഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദറിന്റെ ശരീരത്തിലാണ്, ആ അബൂദറിന്റെ ശരീരത്തിൽ നിന്നാണ് മുറിവാടികളും ചോരകളും ഇവിടെ ഉറ്റുവീണിരിക്കുന്നത്. അതുകൊണ്ട് അബൂദറിനെ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടവുമായി കൊണ്ട് ആ ഗോത്ര വഴിയെ കടന്നു പോകാൻ കഴിയില്ല എന്ന് പറയിപ്പിക്കുകയാം. അദ്ദേഹത്തെ അവർ വെറുതെ വിടുന്നു. അവർ വിട്ടതിന് ശേഷം ഉടനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഓടുകയാ. എവിടേക്ക്? തൻ്റെ ഗോത്രത്തിലേക്ക്, നാട്ടിലേക്ക്, വീട്ടുകാരുടെ അരികിലേക്ക്. എന്തിന്? ഭക്ഷണം കഴിക്കാനല്ല, ഭാര്യയെ കാണാനല്ല, മറിച്ച് താൻ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാധുര്യത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ സംസ്കരിച്ച് സ്വർഗത്തിലേക്കും അതുപോലെ നരകശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചും ഭയാനകതയെക്കുറിച്ചും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഗോത്ര സമൂഹത്തിലേക്ക് കയറിച്ചിരുന്നത്. കൂടുതലൊന്നും പഠിച്ചില്ല. ഇന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, ദഅവത്തൊക്കെ നിർവഹിക്കണമെങ്കിൽ മുഴുവൻ അറിഞ്ഞിരിക്കണം, എല്ലാ ദീനും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ച രൂപങ്ങളും അതിന്റെ രൂപഭാവങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ ദഅവത്ത് നിർവഹിക്കാവൂ എന്ന രീതിയിൽ ഇന്നതിനെ വ്യാഖ്യാനിക്കുന്ന എത്രയോ ആളുകൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ദഅവാ മേഖലയിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ, അവർക്ക് ആളുകളോട് പറയാനുള്ള ഒരേ ഒരു ദഅവത്ത്, നിങ്ങൾ ദഅവത്ത് നടത്തരുത്, നിങ്ങളതിന് യോഗ്യരല്ല, നിങ്ങൾക്കതിന് പറ്റില്ല, നിങ്ങൾക്കതിന് സാധിക്കില്ല. കാരണം ദഅവത്ത് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാം തികയണം, എല്ലാം പഠിക്കണം, എല്ലാം അറിഞ്ഞതിന് ശേഷമേ നിർവഹിക്കാവൂ എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ അബൂദർ ഗിഫാരിക്ക് എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായത്? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തമായ വചനമാണ്. അഫ്ദലു മാ ഖുൽതു വല നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമാണ് അബൂദർ ഗിഫാരി മനസ്സിലാക്കിയത്. അദ്ദേഹം ഗോത്രത്തിലേക്ക് ചെന്നുകൊണ്ട് അനിയനോടും ഉമ്മയോടും കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും സമൂഹത്തോടും മുഴുവനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുകയാണ്. അനിയൻ അനീസ് ഇസ്ലാം സ്വീകരിക്കുന്നു, കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു, ഗോത്രം ഇസ്ലാം സ്വീകരിക്കുന്നു, നാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുന്നു. ആ നാടും പരിസരവും എല്ലാം പ്രകാശപൂരിതമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മനോഹാരിതയും അതിൻ്റെതായ പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് അവർ സംസ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലിരിക്കവേ പ്രവാചകന്റെ അരികിലേക്ക് ഒരു വലിയ ജനക്കൂട്ടം ഇങ്ങനെ കടന്നു വരുന്നു. മണലാരണ്യങ്ങൾ മുഴുവനും ആ മണൽക്കാറ്റ് പോലെ ഭീകരമായ അന്തരീക്ഷത്തോടെ എന്തോ ഒരു വലിയ ജനസാഗരം പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരുന്നു. നോക്കുമ്പോൾ ഈ അബൂദർ ഗിഫാരി എന്ന ഏകനായ മനുഷ്യൻ തന്റെ നാട്ടിലേക്ക് ചെന്നുകൊണ്ട് ദഅവത്ത് നിർവഹിച്ചതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് നാടും ഗോത്രവും വീട്ടുകാരും സമൂഹവും മുഴുവനും ഇസ്ലാം മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചതാണ് ആ കാണുന്നത്. അവർ മുഴുവനും പ്രവാചകരെ കാണണം, റസൂലുള്ളാഹിയെ കാണണം, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തിപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അബൂദറിനെയും കൂട്ടിയിട്ട് കയറി വരികയാം. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹം പ്രവാചകന്റെ അരികിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാ, റസൂലുള്ളാഹി പറയുകയാ, ഇഫാർ ഗഫറല്ലാഹു ലഹാ വഅസ്ലമു സലാമഹല്ലാഹ്. ഇഫാർ ഗോത്രത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അസ്ലം ഗോത്രത്തിന് അല്ലാഹു രക്ഷ നൽകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാം. അങ്ങനെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന ലഭിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ തന്റെ നെഞ്ഞിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അബൂദറിനോട് ഓരോ കാര്യങ്ങൾ നൽകുകയാ, ഉപദേശങ്ങൾ പഠിപ്പിക്കുകയാ. കാരണം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച് അത് മനസ്സിലാക്കിയപ്പോഴേക്കും ഇത്രയധികം വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഒരു സഹാബി വരന് സാധിച്ചുവെങ്കിൽ ഇനിയും എത്ര വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്നു, ഇനിയും എത്ര ആ പ്രബോധന വീതികൾ സജീവമാകാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ റസൂൽ അദ്ദേഹത്തെ തൻ്റെ ചുമലിലേക്ക് ചേർത്തി പിടിക്കുകയും അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കുകയും എന്നിട്ട് തോളുകളിൽ കൈകൾ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശങ്ങൾ വിശ്വാസികളായ ആളുകളുടെ മനസ്സുകളിലേക്കും അവരുടെ ഹൃദയത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കും അത് ആഴ്ന്നിറങ്ങണം. അവരുടെ ഹൃദയത്തിൽ അത് ചേർത്ത് പിടിക്കാൻ കഴിയണം. അബൂദറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ, ഈ സഹാബിയിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. എന്ത് ത്യാഗങ്ങളുടെ ചരിത്രങ്ങളുണ്ട്, ദഅവത്തിന്റെ ചരിത്രങ്ങളുണ്ട്, സംസം വെള്ളത്തിന്റെ ചരിത്രമുണ്ട്, സലാമിന്റെ ചരിത്രമുണ്ട്. ഇനിയോ പ്രവാചകന്റെ അരികിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായ ഉപദേശ നിർദ്ദേശങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, അല്ല ഔസാനി ഖലീലി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ,
വല്ലാ അസ്അലന്നാസ ശൈഅ, എനിക്ക് നിന്നോട് ഒന്നാമതായി പറയാനുള്ളത്, നീ ജനങ്ങളിൽ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങരുത്. അധികാരം ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കാര്യവും നീ ചോദിക്കാൻ പാടില്ല. ജനങ്ങളോട് നീ യാതൊന്നിനെയും ചോദിക്കാതെ, അവരോട് യാതൊന്നിനെയും കുറിച്ച് സംസാരിക്കാതെ നീ ജീവിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിയോട് പറയുന്നത്. അദ്ദേഹത്തോട് പഠിപ്പിക്കുകയാണ്, യാ ബാദർ ഇന്നക ദഈഫൻ വ ഇന്നഹാ അമാന. അബൂദറേ, നീ ദുർബലനാണ്. അധികാരം എന്നത് ഭാരമേറിയ കാര്യമാണ്. അതായത് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുമ്പോൾ നീ സൂക്ഷിച്ചോ, അത് വലിയ അമാനത്താണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ ബാദർ ഇന്നി അറാക ദഈഫ. അബൂദറേ, ഞാൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, പക്ഷേ നീ ദുർബലനാണ്. എനിക്ക് നിന്നോട് സ്നേഹമാ. വ ഇന്നി ഉഹിബ്ബു ലക മാ ഉഹിബ്ബു നഫ്സി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കും എന്നെ ഇഷ്ടമാണ്. എന്നാൽ നീ അധികാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നീ ശ്രദ്ധിക്കണം, അധികാരങ്ങൾ നിനക്ക് ഭാരമായി കൊണ്ട് കയറി വരുന്നൊരു ദിനമുണ്ട്. അധികാരങ്ങൾ ചോദിക്കും, ഞാൻ സെക്രട്ടറി ആവാം, പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഇന്ന ആളാവാം, അതാവാം എന്നൊക്കെ പറഞ്ഞ് അധികാരങ്ങളും അതിൻ്റെതായ അവകാശങ്ങളും ചോദിച്ചു വാങ്ങി ഉത്തരവാദിത്ത ലംഘനം നിർവഹിക്കുന്ന ആളുകളുണ്ട് നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ. നമ്മൾ അതിലേക്കല്ല ആവരുത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ ഒരു ഉദ്യോഗസ്ഥനായിക്കൊണ്ട് നിയമിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, വ ഇന്നഹാ അമാന. അമാനത്ത് എന്നത് വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിദിയുൻ വനാദാമ. അധികാരം എന്നത് നീ ദുർബലനാണ്. അതുപോലെ തന്നെ അധികാരം സ്വീകരിച്ചതിന് ശേഷം ആ ബാധ്യത നിർവഹിക്കാത്ത ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അത് വലിയ ഭാരമായി കൊണ്ട് കയറി വരും. നിന്ദയെ അതുകൊണ്ട് സമ്മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് അബൂദർറെ, നീ ഒരിക്കലും ഒരു അധികാരവും നീ നിർവഹിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധികാരങ്ങൾ നീ ചോദിച്ചു വാങ്ങരുത്. അതുപോലെ വേറൊരു സഹാബിയോടും റസൂൽ പഠിപ്പിക്കുകയാണ്, യാ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, ലാ തസ്അലിൽ ഇമാറ ഫഇന്നക ഇൻ ഉതിഹാ അൻ ഗൈരി മസ്അലതി ഉനതി അലൈഹാ. അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, നീ ഒരിക്കലും തന്നെ രാജാധിപത്യം ചോദിച്ചു വാങ്ങരുത്. നിനക്കത് ലഭ്യമായാൽ തന്നെ അതിൽ നീ സഹായിക്കപ്പെടും. ചോദിക്കാതെ നിനക്കത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിനക്ക് ബർക്കത്തുണ്ടാവും. നമ്മൾ ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ അത് യാതൊരു മെച്ചവും നമുക്കുണ്ടായി തീരുകയില്ല എന്നത്. അപ്പോൾ കരാറുകളും ബാധ്യതകളും പ്രതിജ്ഞകളും ഒക്കെ നിർവഹിക്കുന്ന ആളുകളുള്ള താക്കീതുകളാണ്. ഇത് വലിയ ഉത്തരവാദിത്തമാണ് അധികാരം എന്നത്. അതുകൊണ്ട് ഭാരവാഹിത്വം എന്നത് അത് നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും എവിടെയായാലും നമ്മെ ഒരു ഉത്തരവാദിത്വം ഒരു സമൂഹം ഏൽപ്പിച്ചുവെങ്കിൽ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയണം. അമാനത്തിന് ദുർവ്യാനം ചെയ്യുന്നുവെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അത് നിന്ദയെ നമുക്ക് സമ്മാനിക്കൂ. പേരും പ്രശസ്തിയും പെരുമയും ആളുകൾക്കിടയിൽ അഭിമാനവും ആളുകൾ നമ്മെ ആദരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഉത്തരവാദിത്ത ലംഘനം നിർവഹിച്ചു കഴിഞ്ഞാലോ ഖിയാമത്ത് നാളെ അത് വലിയ ഭാരമായി തീരും. അബൂദർറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയിപ്പിക്കുകയാണ്. കാരണം ആ അധികാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ കഴിയണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയാണ്, വമറനി ഖലീലി, എന്റെ പ്രിയ സ്നേഹിതൻ, എന്റെ സ്നേഹഭാജനമായ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി എന്നോട് പറഞ്ഞു, അസ്ല റഹിമി വ ഇൻ ജിഫാനി, നീ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം. എന്നിട്ട് ശിഥിലമായി കൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കുടുംബ ബന്ധം എന്നത്. ആ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ജാഗരൂകരാകണമെന്നത്. എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കാൻ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നാശം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്നത് കുടുംബങ്ങളാണ്. ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാത്ത കുടുംബങ്ങൾ, ഉപ്പയ്ക്ക് നൽകേണ്ട സ്ഥാനവും ബഹുമാനവും അവർക്ക് നൽകേണ്ട ആദരവും ഇഷ്ടവും നൽകാതെ അവർ നിന്ദിച്ചു കളയുന്ന സമൂഹമാണെന്നുള്ളത്. അതുപോലെ തന്നെയോ നമ്മുടെ ഭാര്യമാരോട് പെരുമാറേണ്ടിടത്താണെങ്കിൽ അവിടെയും വലിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? എല്ലാം അറിയുന്നു, ഒക്കെ പഠിച്ചു. പക്ഷേ പ്രാഥമികമായ ഒരു കുടുംബത്തിൽ തൻ്റെ ഭാര്യയോട് എങ്ങനെ അയാൾ പെരുമാറണം, കുടുംബജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അവിടെ കൃത്യമായൊരു ധാരണയുണ്ട് എങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ്, ഭർത്താവിനോട് എനിക്കുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്, ഇതെൻ്റെ ഉമ്മയാ, എനിക്ക് ഉമ്മയോട് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്, അതുപോലെ ഇതെൻ്റെ ഭാര്യ, അവളോട് എനിക്ക് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. ഉമ്മയെ സ്നേഹിക്കേണ്ട പ്രകാരം ഉമ്മയെ സ്നേഹിക്കാൻ. കാരണം മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരുടെയും ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ പോലും നേരാവത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല. എന്താ പ്രയാസം? മാതാവ് അദ്ദേഹത്തെക്കുറിച്ച് തൃപ്തനായില്ല എന്നതാണ്. എല്ലാവരും തൃപ്തിപ്പെട്ടു, പക്ഷെ മാതാവിന് തൃപ്തി ലഭ്യമായില്ല മരണപ്പെടുന്ന സമയത്ത് പോലും.
മഹാനായ ജുറൈജ് എന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാ നന്മകളിലും വ്യാപൃതനായിക്കൊണ്ട് ജീവിച്ചിരുന്ന, ദീനിനു വേണ്ടി ജീവിച്ചിരുന്ന, ആരാധനയിൽ നിമഗ്നനായിക്കൊണ്ട് രാത്രിയിലും പകലിലും ഒക്കെ നമസ്കരിക്കുകയും അങ്ങനെ നന്മയിൽ മാത്രം ജീവിച്ചിരുന്ന സാത്വികനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? ജുറൈജ് നല്ല വ്യക്തിയാ, പക്ഷേ ആ ജുറൈജിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാതാവ് 3 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം വന്ന സമയത്തിലും അദ്ദേഹം നമസ്കാരത്തില്ല. ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല. കുന്നിൻ്റെ മുകളിൽ പർണശാലയുണ്ടാക്കി, ഒരു കൂടാരമുണ്ടാക്കി, അതിൽ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉമ്മ വന്നിട്ട് മോനെ ജുറൈജ് എന്ന് വിളിക്കുമ്പോൾ നമസ്കാരത്തിലായതുകൊണ്ട് മാതാവിനെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചില്ല. മാതാവ് 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചപ്പോൾ മകനെതിരെ ശാപപ്രാർത്ഥന നടത്തി. അതുകൊണ്ടോ അങ്ങനെ ഒരു നിന്ദ്യത അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന വിശദമായൊരു ചരിത്രം നമുക്ക് കേൾക്കാം. നമുക്കറിഞ്ഞ സംഭവമാണ് അതങ്ങനെ ഒരു സംഭവം. അതുപോലെയോ നമ്മുടെ സ്വഹാബിവര്യന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഏറ്റവും പരമപ്രധാനമായി കണ്ടിരുന്നത് അവരുടെ മാതാപിതാക്കളെ തന്നെയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാ തരത്തിലെ നന്മകളും പഠിച്ചിട്ട് വേഗം വീട്ടിലേക്ക് ഓടിയിട്ട് അദ്ദേഹം ഉമ്മയോട് ദഅവത്ത് നിർവഹിക്കുമ്പോൾ ഉമ്മ നബിയെക്കുറിച്ച് മോശമായി സംസാരിക്കും. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായി തോന്നി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മുഴുവനും ഉമ്മയൊന്ന് ദീന് സ്വീകരിച്ചെങ്കിൽ, ഉമ്മ ദീൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് പ്രവാചകരെ എൻ്റെ മാതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭ്യമാവുകയും അങ്ങനെ മാതാവ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളുടെയും ഇപ്പോൾ ഉമ്മയെ സ്നേഹിക്കുക എന്നത് മാത്രമല്ല, ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ഉമ്മയുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഉപ്പയുടെ കൂട്ടുകാരെ അവരെയൊക്കെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് സഞ്ചരിക്കവേ ഒരു അറാബിയായ, ആർക്കും വേണ്ടാത്ത ഒരു അപരിഷ്കൃതനായ ഒരു മനുഷ്യനിങ്ങനെ നടക്കുന്നുണ്ട്. ഉടനെ ഇബ്നു ഉമർ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ അറാബിയുടെ തലയിലേക്ക് തൻ്റെ തലപ്പാവ് വെച്ച് കൊടുക്കുകയും അദ്ദേഹത്തെ കഴുതപ്പുറത്തേക്ക് കയറ്റുകയും ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിക്കുക, എന്താ ഇബ്നു ഉമറെ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ ഇബ്നു ഉമറിന്റെ മറുപടി, ഇതെന്റെ പിതാവിന്റെ സ്നേഹിതനാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനാ. പിതാവിൻ്റെ കൂട്ടുകാരെ പോലും സ്നേഹിക്കുന്ന മുൻഗാമികൾ, അവിടെയൊക്കെയാണ് അവരുടെ സ്നേഹം, കുടുംബ ബന്ധങ്ങളോടുള്ള അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളും സ്നേഹങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയെ ചുമലുകളിൽ ഏറ്റിയിട്ട് കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ എന്താ ഇബ്നു ഉമറിലേക്ക് നോക്കിയിട്ട് ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്നത് വലിയ പ്രവർത്തനമല്ലേ, ഞാൻ ചെയ്യുന്നത് വലിയ നന്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിന്റെ ഉമ്മയുടെ ഒരു പുഞ്ചിരിക്ക് പോലും അത് തുല്യമായിട്ടില്ല. ഉമ്മ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുവോ അതിന് പോലും പകരമായിട്ടില്ല. ഉമ്മയെ നീ നിന്റെ ചുമലിൽ വെച്ചുകൊണ്ട് കഅബ മുഴുവനും തവാഫ് ചെയ്യുമ്പോൾ അപ്പോൾ എത്രയോ പ്രാധാന്യമുണ്ട് മക്കൾക്ക് ഉമ്മയോട്, ഉപ്പയോട്. അത് അവരോട് നൽകേണ്ട ബാധ്യതയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ ഉപ്പയും ഉമ്മയോടൊക്കെ ഒന്ന് ചോദിച്ച് അവരോടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിരിക്കില്ല അവർ പറയുക, എന്നാലും അവരെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറി കുടുംബ ബന്ധങ്ങൾ തകരാതെ നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പോലും ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ ഭാര്യയോട് നമുക്കുള്ള കടമകളുണ്ട്, അത് നമ്മൾ മുറിക്കപ്പെടാനൊക്കെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിടത്ത് അബൂദറിന് ഇത്ര ഗൗരവത്തോടു കൂടി ഉപദേശം നൽകാനുള്ള കാരണം എന്താ? കാലഘട്ടങ്ങൾക്ക് ശേഷം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തീരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ ഭാര്യയോട് അവരോടുള്ള പ്രാധാന്യം, സ്നേഹം എന്നത് അത് വലിയ പ്രത്യേകത തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖു സൗജതി അഹദിന അലൈഹി, എനിക്കെൻ്റെ ഭാര്യയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അൻ തുതിമഹാ ഇദാ തുഇംത, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കുക. വതക്സുഹാ ഇദാ തസൈത്, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കുക. വലാ തദ്രിബിൽ വജ്ഹ വലാ തുകബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, ഇനി അവളോടൊന്ന് പിണങ്ങുകയാണെങ്കിൽ പോലും വീട്ടിൽ വെച്ചുകൊണ്ടല്ല നീ പിണങ്ങരുത്, നാട്ടുകാർക്കിടയിൽ ഇട്ടുകൊണ്ട് അവളെ നീ മോശമാക്കല്ലേ.
അപ്പൊ അത്രത്തോളം ബാധ്യതകൾ ഭാര്യയോടുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ അതാണ് ഏറ്റവും വലിയ ബാധ്യതകൾ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര ഗൗരവത്തോടു കൂടി നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഇപ്പൊ പ്രവാചകന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് സഹാബിവര്യന്മാര് പല രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ പ്രവാചകന്റെ സവിധത്തിൽ വന്നുകൊണ്ട് അവർ പറയുകയാണ്, കിസ്രയുടെ രാജാക്കന്മാർ അല്ലെങ്കിൽ കിസ്ര രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവിടെ അനുയായികൾ സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു. കൈസറിന്റെയും അതുപോലെ നേഗസ് രാജാവിന്റെയും റുസ്തമിന്റെയും ഹെറുക്കലിന്റെയും ഒക്കെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് അവരുടെ അനുയായികൾ അവരുടെ മുമ്പിൽ എത്തുമ്പോൾ അവർ സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായ കാരുണ്യത്തിന്റെ പ്രവാചകരെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആരോടെങ്കിലും ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാനായിരുന്നു ഞാൻ കൽപ്പിച്ചിരുന്നത് എന്നതാണ്. അത്രക്ക് ബാധ്യത എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനോട്. എന്ത് പറഞ്ഞോ ഉടനെ ഭാര്യയ്ക്ക് അനുസരിക്കാൻ കഴിയണം. അത് കിടക്കപ്പായിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചാൽ അവിടെ വരുന്ന വിഷയത്തിലാണെങ്കിൽ പോലും, ഇനി വരാതൊരു ഭാര്യ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നാൽ നേരം പുലരുവോളം മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ റസൂൽ വീണ്ടും വിശദീകരിക്കുകയാണ്, ലാ യസ്ലുഹു ലിബശരി യസ്ജുദു ലിബശർ, ഒരു മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനിയോ വലൗ സലുഹു ലിബശരി യസ്ജുദു ലിബശരി ലഅമർതുൽ മർഅതു അൻ തസ്ജുദ ലിസൗജിഹാ മിൻ ഇദമി ഹഖ്ഖിഹി അലൈഹാ. അതായത് ആരോടെങ്കിലും ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനായിരുന്നു ഞാൻ കൽപ്പിച്ചിരുന്നത്. എന്നിട്ട് റസൂൽ വീണ്ടും വിശദീകരിക്കുകയാം, വല്ലദീ നഫ്സീ ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ കാന മിൻ ഖദമി ഇലാ മഫ്രികി റഅസി ഖുർഹാ തൻബിഹിസു ബിൽ കൈഹി വസ്സദീദി സുമ്മ ഇസ്തഖബൽതു ഫലഹസ്തുമാ അദ്ദദ ഹഖാ. അതായത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് മുറിവുകൾ വന്നുകൊണ്ട് ശരീരത്തിൽ മുഴുവനും ഏതെങ്കിലും രീതിയിലുള്ള മാറാവ്യാധികൾ വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തവും അതുപോലെ ചലവും ദുർഗന്ധങ്ങളും എല്ലാതും ഒലിക്കുന്നുണ്ട്. അത്രയും വികൃതമായ മോശമായ ദുർഗന്ധമുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ കാഴ്ചകളും തന്റെ ഭർത്താവിന്റെ ശരീരത്തിലുണ്ട്. അത് മുഴുവനും തന്റെ ഭാര്യ തന്റെ നാവ് കൊണ്ട് നക്കിയിട്ട് മുഴുവനും എടുത്താൽ പോലും തന്റെ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിച്ചവളായി അവൾ തീരില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ചല മുഴുവനും വരുന്നു, അത് മുഴുവനും പൊട്ടിയൊലിക്കുന്നു. എങ്കിൽ പോലും ആ ഭാര്യ തന്റെ ഭർത്താവിൻ്റെത് മുഴുവനും തന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ പോലും ആ ഭാര്യ തന്റെ ഭർത്താവിനുള്ള ബാധ്യതകൾ നിർവഹിച്ചവളായി തീരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെയോ സ്നേഹം എന്നത് എങ്ങനെയാ ഉണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്നഹ്, നിങ്ങളിലെ ഏറ്റവും നല്ല സ്വർഗാവകാശികളായ സ്ത്രീകൾ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും എന്ന് പറയുമ്പോൾ കുല്ലു വദൂദിൻ വലൂദ്, കൂടുതൽ സ്നേഹം നൽകുന്നവളും കൂടുതൽ പ്രസവിക്കുന്നവളുമായ ഒരു പെണ്ണ്, അവളാണ് ഏറ്റവും അധികം സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയുള്ളവൾ. അതുപോലെ അതായത് നീ ദേഷ്യം പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല ചൂടിൽ വന്നുകൊണ്ട് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോ ആ പെണ്ണ് പറയാ എന്താ? സ്വാലിഹായ പെണ്ണാണെങ്കിൽ അവൾ പറയും, ഹാദിഹി യദി ഫീ യദിക ലാ അക്തഹിലു ഫീ അമലി ഹത്താ തർലാ, എന്റെ കൈകൾ അങ്ങേക്കിതാ, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഇന്നേ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിയില്ല എന്നൊരു പെണ്ണ് പറഞ്ഞുവോ, അവളാണ് സ്നേഹമുള്ള ഭാര്യ, അവളാണ് സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയുള്ളത്. അതായത് തന്റെ ഭർത്താവ് ദേഷ്യം പിടിച്ച് ചൂടായി എല്ലാ തരത്തിലും ഭർത്താവ് തന്നെ ചീത്ത വിളിക്കുന്നു, എങ്കിലും കൈകൾ ഇങ്ങനെ നിവർത്തിയിട്ട് നിങ്ങൾ ഇന്നെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നൊരു പെണ്ണ് പറഞ്ഞുവെങ്കിൽ അവളാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഭാര്യ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചതാണ്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അത് സുദൃഢമാക്കാനും ആ തരത്തിൽ നന്മയുടെ വക്താക്കളായി തീരാൻ സ്ത്രീകൾക്ക് ബാധ്യതയുണ്ട്, ഭർത്താവിന് ബാധ്യതയുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് ബാധ്യതയുണ്ട്, മക്കളോട് മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക എന്നത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അതാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി നൽകിയ ഉപദേശം. കാരണം കുടുംബ ബന്ധങ്ങളെങ്ങാനും മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ പിളർന്നു കഴിഞ്ഞാൽ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബബന്ധങ്ങൾ സുദൃഢമാക്കുക, ശിഥിലമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, ഉമ്മയെ സ്നേഹിക്കാൻ, ഉപ്പയെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ
കഴിയുന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരാനായിരിക്കണം നമ്മൾ പ്രയത്നിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിശദീകരിക്കുകയാണ് അബൂദർ ഗിഫാരിലൂടെ നൽകിയ ഉപദേശം. വമറനി ഖലീലി, എൻ്റെ കൂട്ടുകാരൻ എന്നെ വീണ്ടും ഉപദേശിച്ചു. വലാ തൗഖുദ ഫില്ലാഹി ലൗമത ലഅയിം, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെ ഒരാക്ഷേപത്തെയും നീ ഭയപ്പെടേണ്ടതില്ല അബൂദറേ. നമ്മൾ ദീന് മനസ്സിലാക്കി, നമ്മൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു, നാട്ടിലൊറ്റപ്പെട്ടു. മുജാഹിദ് ആദർശം, സലഫി ആദർശം, ഇസ്ലാഹി ആദർശം, സലഫികളുടെ ആദർശം എന്ന് പറയുന്ന ഈ ആദർശം മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയപ്പോഴോ നാട്ടുകാരൊക്കെ നമ്മെ മോശമായി കാണുന്നു. അവൻ മുജാഹിദ, അവൻ സലഫിയ, ഇസ്ലാഹിയ, അവൻ നിസ്കരിക്കുന്നു, നോമ്പോക്കൊക്കെ ശരിയാ, പക്ഷെ അവൻ മുജാഹിദായത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന എത്രയോ നാട്ടിൻ പുറങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാലോ ആരുടെ ആക്ഷേപത്തെയും ആരുടെ പരിഹാസങ്ങളെയും ഒരു വിശ്വാസി ഭയപ്പെടേണ്ടതില്ല. കാരണം അവരിലേക്ക് അള്ളാഹുവിന്റെ സഹായം വരും, ഉറപ്പാണത്. എപ്പോഴാണെങ്കിലും ഒരു ദിവസം നമ്മെ ആളുകൾ മോശമാക്കി സംസാരിക്കുന്നുവെങ്കിൽ പോൽ അടുത്ത ദിനങ്ങളിൽ നമ്മെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല നാട്ടുകാർ വളർന്നു വരും, കുടുംബക്കാർ വളർന്നു വരും. എങ്ങനെയായാൽ ആക്ഷേപകന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടരുതേ അബൂദർ. അതല്ലേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് രണ്ട് പ്രഗത്ഭരായ സ്വഹാബിവരന്മാർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് പ്രവാചകരോട് പറയുകയാ, ഞങ്ങൾ ഈ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ ആളുകൾ മുഴുവൻ ഞങ്ങളെ ക്രൂശിക്കുകയാം. മക്കയുടെ മണലാരണ്യത്തിലൂടെ ഞങ്ങൾ നടന്നിരുന്ന നാളുകളിൽ ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ടായിരുന്നു. ആരൊക്കെയാ പ്രവാചകന്റെ അരികിലേക്ക് വന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആണ്. രണ്ടുപേരും പ്രഗത്ഭർ, രണ്ടുപേരും റസൂലുള്ളാഹിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുകയാ, ഞാൻ പ്രഭാതത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ പ്രദോഷമാകുന്നത് വരെ അണിയുമായിരുന്നില്ല. അതായത് വ്യത്യസ്തമായ രീതിയിലും സമയങ്ങളിൽ ഡ്രസ്സുകൾ മാറ്റിയിരുന്നു, അതുപോലെ ചെരുപ്പുകൾ മാറ്റിയിരുന്നു. എല്ലാ രീതിയിലും പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന നാളുകളിലാണ് ഞങ്ങൾ ഈ ആദർശം സ്വീകരിക്കുന്നത്. ഈ ആദർശം സ്വീകരിക്കുന്ന നാളുകളിൽ ഞങ്ങൾ മക്കയുടെ മണലാരണ്യങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ തെണ്ടിപ്പിള്ളേര് ഞങ്ങളെ കല്ലെറിയുകയാ, ഞങ്ങളെ ഭ്രഷ്ട് കൽപ്പിക്കയാ, പരിഹസിക്കയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഈ ധനാഢ്യന്മാരായ രണ്ട് സഹാബിവര്യന്മാരും റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് പരാതി പറയുമ്പോൾ അവരെ ചേർത്തി പിടിച്ചുകൊണ്ട് റസൂൽ എന്താ പറഞ്ഞത്? ഈ രണ്ട് സഹാബിവര്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ റസൂൽ അവരുടെ ചുമലുകളിൽ കൈകൾ വെച്ചുകൊണ്ട് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ മുഅ്മിനുകളാണോ എങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, ഏറ്റവും ഉത്കൃഷ്ടർ നിങ്ങളാണ് എന്നാണ്. അതിൻ്റെ പേരിൽ അവർക്കൊരു പ്രതിസന്ധിയും പിന്നീട് പ്രശ്നമായി തീർന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശങ്ങളിൽ സന്ദേശമാണ് ആക്ഷേപകന്റെ ഒരു ആക്ഷേപത്തെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആര് നമ്മൾ പരിഹസിച്ചാലും, ആര് നമ്മളെ ചീത്ത പറഞ്ഞാലും, ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും അതിൻ്റെ പേരിലൊന്നും പതറുകയോ തളരുകയോ ചെയ്യേണ്ട. കാരണം അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണെങ്കിലും നമുക്കുണ്ട്. ഇനി ഇവിടെ നിന്ന് മരണപ്പെട്ടാലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമതായി അദ്ദേഹത്തിന് ഉപദേശം നൽകി, ഔസാനി ഖലീലി വൻ അതകല്ലമ ബിബുറിൽ ഹഖ്, എത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രം നീ പറയുക അബൂദറേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം. നമ്മുടെ ഖുതുബകളിലൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്ന ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. സത്യം പറയുന്നവരുടെ കൂടെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുക, സത്യവിശ്വാസികളുമായി ഇടപഴകുക. അതുപോലെ തന്നെ വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാരും സത്യസന്ധരായ സ്ത്രീകളും എന്നാണ് ഖുർആൻ പറഞ്ഞത്, അവരിൽ പെടാൻ. അതുപോലെ തന്നെ സത്യവിശ്വാസം എന്നത് അത് എന്താണ്? ഫഇന്ന സിദ്ഖത്തു മഅനിയ, സത്യവിശ്വാസം അല്ലെങ്കിൽ സത്യം എന്നത് മനഃശാന്തിയാണ്. സത്യം എവിടെയാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എത്ര വലിയ ദുരിതത്തിൽപ്പെട്ട് കഴിഞ്ഞാലും കളവ് പറയേണ്ട ആവശ്യമില്ല, സത്യം മാത്രം അബൂദറേ നീ പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. കാരണം എവിടെയായിട്ടും സത്യം പറയുന്ന ആള് എങ്കിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് അതെല്ലാം വിടുകയാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച ആ ഉപദേശം എവിടുന്നാണെങ്കിലും സത്യം മാത്രം പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് നിരവധി തമാശകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളോട് എത്രയോ തമാശ പറയുന്നുവല്ലോ. റസൂൽ പറയുക, എന്റെ സംസാരങ്ങളിൽ
സത്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറയില്ല. തമാശയിൽ പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ്. മാത്രമല്ല 7ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിക്ക് നൽകിയ ഉപദേശം, വമറനി ഖലീലി, എന്റെ കൂട്ടുകാരൻ സ്നേഹവാചനം എന്നെ ഉപദേശിക്കുകയാണ്, അന്നഖ്ദിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബൂദർറേ, നിന്റെ ചെഞ്ചുണ്ടുകൾക്കിടയിലൂടെ നീ എപ്പോഴും അധികരിപ്പിക്കേണ്ട ഒരു വചനം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന വചനം നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാവിനെ എപ്പോഴും ദിക്ർ കൊണ്ട് ചൊല്ലിക്കൊണ്ട് ചലിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ പോലും ദിക്റുകളാണ് നമ്മെ പഠിപ്പിച്ചത് എങ്കിൽ ഈ ദിക്റിന്റെ ആളുകളായി തീരുക. പിന്നെയോ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് പ്രതിസന്ധിയുണ്ട് അവിടെയൊക്കെ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി തീരാൻ കഴിയണം. അത് അബൂദർ ഗിഫാരിക്ക് നബി നൽകിയ ഉപദേശമാണ്. ഇങ്ങനെയോ ഈ ഉപദേശങ്ങളിൽ 7 അദ്ദേഹം പഠിച്ചു, 7 മനസ്സിലാക്കി, ജീവിതത്തിൽ പകർത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്, വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അദ്ദേഹം പാവങ്ങളോട്, അഗതികളോട്, അനാഥകളോട്, അശരണരോട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട്, കഷ്ടതകൾ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടും വലിയ സ്നേഹത്തോടെ ബഹുമാന ആദരവുകളോട് കൂടിയാണ് പിന്നീട് പെരുമാറിയത്. പാവങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം മാറ്റിവെച്ചു. എല്ലാ രീതിയിലും അഗതികളെയും അനാഥകളെയും അദ്ദേഹം ധാരാളമായി കൊണ്ട് സ്നേഹിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നൽകിയ ചില ഉപദേശങ്ങൾ, വമറനി വനൻദുറ ഇലാ മൻ ഹുവ അസ്ഫല മിന്നി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗകി. അതായത് നിന്നേക്കാൾ മുകളിലുള്ള മനുഷ്യരിലേക്ക് നീ നോക്കരുത്, നിന്നേക്കാൾ താഴെയുള്ള ആളുകളിലേക്കായിരിക്കണം അബൂദർറെ നീ നോക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന് എന്തൊന്നും അത് കിട്ടിയാലും അതിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാരണം മുകളിലേക്ക് അദ്ദേഹം നോക്കില്ല, തന്നെക്കാൾ താഴെയുള്ളവരിലേക്ക്, വീടില്ലാത്തവരിലേക്ക്, കുടുംബമില്ലാത്തവരിലേക്ക്, താമസിക്കാൻ സൗകര്യങ്ങളില്ലാത്തവരിലേക്കൊക്കെ അദ്ദേഹം നോക്കും. അപ്പം അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം ഉണ്ടാകും. എന്താ, എനിക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ. അള്ളാഹു നൽകിയ നിഅമത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിനെ, ഉപദേശത്തെ അദ്ദേഹം സ്വീകരിച്ചു. ആ ഉപദേശ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശമാണ് അമറനി ബിഹുബ്ബിൽ മസാകീനി വൻ അദ്നിവ മിൻഹും. അഗതികളെ സഹായിക്കണമെന്നത്, പാവങ്ങളെ സഹായിക്കണമെന്നത്, ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ജീവിതം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സമ്പത്ത് ധാരാളമായി ശേഖരിക്കുക എന്നതല്ല, മറിച്ച് ഉള്ള സമ്പത്ത് ചെലവഴിക്കാനും അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യാനും അനാഥകളോട് നല്ല രീതിയിൽ പെരുമാറാനും, അനാഥ കുട്ടികളുടെ തലയിലൂടെ തൻ്റെ കൈകൾ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നാൽ ആ അനാഥ കുട്ടിയുടെ ഏതെല്ലാം മുടികളിലൂടെ തൻ്റെ കൈകൾ സ്പർശിക്കുന്നുവോ അവൻ്റെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പാവങ്ങളെ സഹായിക്കുവാൻ, അതുപോലെ വിധവകളായ, ഭർത്താവ് മരണപ്പെട്ടുകൊണ്ട് ദയനീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരെ സഹായിക്കാൻ, അവർക്ക് നേരാവത്തില്ല സമ്പത്ത് ശേഖരിക്കാനോ ജോലി ചെയ്യാനോ കഴിവുണ്ടായിരിക്കില്ല, അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ, വിധവകളെ പരിഗണിക്കാൻ, അങ്ങനെയുള്ള യതീമുകളെ പരിഗണിക്കാൻ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും സഹായിക്കാൻ, അഗതികളോട് പ്രത്യേകമായ സ്നേഹം, അശരണരോട് പ്രത്യേകമായ സ്നേഹം, മിസ്കീനുകളെ സഹായിക്കാൻ, ഇതൊക്കെ നമുക്ക് കഴിയണം. കാരണം അബൂദർ നബി നൽകിയ ഉപദേശമാണത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ ഉപദേശ നിർദ്ദേശങ്ങളെ മുഴുവനും കേട്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും വമ്പിച്ച വിപ്ലവം സൃഷ്ടിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് ആരോടും ഒന്നും ചോദിക്കില്ല. അദ്ദേഹം അധികാരമോ അല്ലെങ്കിൽ സമ്പത്തോ ഒന്നും ചോദിക്കില്ല. യാചനായതിന് അദ്ദേഹം വെറുത്തു, യാചിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതിന് അദ്ദേഹം വെറുക്കുകയും, അതുപോലെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും, അതുപോലെ കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കാൻ, കുടുംബ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ, ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. പിന്നെയോ എവിടെ ആരോട് എന്ത് സംസാരിക്കുമ്പോഴും സത്യം മാത്രം സംസാരിക്കുകയും സത്യത്തിന്റെ വക്താവായിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുകയാണ് ആ മഹാനായ സ്വഹാബി വര്യൻ. പിന്നെയോ അള്ളാഹു അദ്ദേഹത്തെ നൽകിയത് അദ്ദേഹത്തിന് തൃപ്തിപ്പെടാൻ കഴിഞ്ഞു. ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു, വേറെ ഒരാളെയും അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടായില്ല. കാരണം അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരാക്ഷേപകന്റെ ആക്ഷേപവും അദ്ദേഹത്തിന് പിന്നീട് ഒരു പ്രയാസമായി തോന്നിയില്ല. എവിടെയും പതറാതെ തളരാതെ മുന്നോട്ട് പോകാൻ അബൂദർ ഗിഫാരിക്ക് കഴിഞ്ഞു എന്നതാണ്. പിന്നെയോ നാവിലൂടെ എപ്പോഴും ദിക്റുകൾ അധികരിപ്പിച്ചു. അപ്പോൾ ഇത്രത്തോളം വിപ്ലവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ മരണരംഗം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. റബദ എന്ന് പറയുന്ന വിജനമായ ഒരു പ്രദേശം, ആരാരുമില്ലാത്ത, സഹായത്തിനില്ലാത്ത
ഓരോ എത്തും പിടിയുമില്ലാത്തൊരു മരുഭൂമിയിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അവസാന നിമിഷങ്ങൾ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുട്ടിയും മാത്രമാണ് ഇപ്പോൾ അരികിലുള്ളത്. ഭാര്യ ഇങ്ങനെ പൊട്ടിക്കരയുകയാ. കാരണം ഇദ്ദേഹം എങ്ങാനും ഇവിടെ മരണപ്പെട്ട് കഴിയുമ്പോൾ, മരണത്തോടടുത്ത് നിൽക്കുന്ന അബൂദറിന് അദ്ദേഹം എങ്ങാനും ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മറമാടാനോ ആരാരുമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ കരയുമ്പോൾ ഭാര്യയെ സമാധാനിപ്പിക്കുകയാം. ഫീമൽ ബുക്കാ വൽ മൗത്ത് ഹഖ്, എന്തിനാ പെണ്ണെ നീ കരയുന്നത്? മരണം എന്നുള്ളത് സത്യമല്ലേ, നീ കരയുകയാ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരിക്കുമ്പോൾ ആ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കുറേ ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ ഭാര്യയ്ക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മരണരംഗത്തിൽ ഭാര്യയോട് പോലും സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, ഒരു പേടിയും പേടിക്കേണ്ട, മരണപ്പെട്ട് കഴിഞ്ഞോ അള്ളാഹ് അതിനെന്തെങ്കിലും പ്രതിവിധി കാണും, നീ ഭയപ്പെടേണ്ട, മരണം എല്ലാവരിലേക്കും വരുന്നതല്ലേ എന്നൊക്കെ രീതിയിൽ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. അപ്പോൾ ആ സഹാബിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഉപദേശങ്ങൾ വളരെ ചുരുക്കിയാണ് അവതരിപ്പിച്ച്, കാരണം അത് ഒരുപാട് വിശദീകരിക്കേണ്ട സംഭവ ചരിത്രങ്ങളാണ്. എങ്കിൽ പോലും നമുക്കതിൽ നിന്നുള്ള പാഠങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സഹാബിയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ നിർദ്ദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിച്ചെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് അത് പറഞ്ഞു കൊടുക്കാനും നുകർന്നു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും അതിലൂടെ നമ്മൾ അവരെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു യാത്രാ സംഘം വരികയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലെ ഒരു വലിയ സംഘം അതുവഴിയെ കടന്നു വരികയാണ്. ആ സ്വഹാബിയുടെ നേതൃത്വത്തിൽ വരുന്ന സംഘം അബൂദറാണോ ഈ മരണപ്പെട്ട് കിടക്കുന്നത്? എന്നിട്ട് അബൂദർ ലിഫാരിയുടെ ശരീരത്തിലേക്ക് അവർ നോക്കിയിട്ട് അബ്ദുല്ലാഹി മസ്ഊദ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ള ഞങ്ങളോട് ഒരു ഉപദേശം നൽകി. റസൂൽ പലതും ഞങ്ങളോട് പറയാറുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില സംസാരങ്ങൾക്കിടയിൽ പറഞ്ഞൊരു പ്രവചനം എനിക്ക് ഓർമ്മ വരികയാ എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് പറഞ്ഞുകൊണ്ട് പ്രവചനം പറയുകയാ. എന്താണ് ആ പ്രവചനം എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിങ്ങനെ ഞങ്ങളോട് പലതും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒരു ആളുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിലൂടെ നടന്നു വരുമ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വരുന്നു. വേറൊരു വിഭാഗത്തിലൂടെ ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഒറ്റപ്പെട്ട വ്യക്തിയിലേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുമ്പോൾ കറുത്ത ആ ഇരുട്ടിലൂടെ ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്നുണ്ട്. നടന്നു വരുമ്പോൾ അത് അബൂദറായിരുന്നു. റസൂൽ അബൂദറിലേക്ക് ചൂണ്ടിയിട്ടെന്ന് നാളുകൾക്ക് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? തംശീ വഹ്ദക് വതമൂത വഹ്ദക് വതുബ്ഹിദ വഹ്ദക്. ഏകനായിക്കൊണ്ട് നടക്കുന്ന, ഏകനായിക്കൊണ്ട് ജീവിക്കുന്ന, ഏകനായിക്കൊണ്ട് മരിക്കുന്ന, ഏകനായിക്കൊണ്ട് പുനർജീവിപ്പിക്കുന്ന ആളാണ് ആ വരുന്ന ആള്. ആര്? അബൂദർ. ഏകനായിക്കൊണ്ട് നടക്കുന്നു, ഏകനായിക്കൊണ്ടാണ് ദഅവത്ത് നിർവഹിക്കാൻ വേണ്ടി പോയത്, ഏകനായിക്കൊണ്ടാണ് മരിക്കുന്നത്, പുനർജീവിക്കുമ്പോഴും അങ്ങനെയാ എന്ന് പറഞ്ഞു അബൂദർ ലിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ സ്വഹാബിയുടെ മാതൃക വലിയ മാതൃകയാ, വലിയ ചരിത്രമാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക, ദിക്റുകൾ ചൊല്ലുക, സത്യം പറയുക, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ധൈര്യമായി മുന്നോട്ട് പോവുക, പ്രബോധന വീതികളിൽ സജീവമാവുക, നമ്മെ കൊണ്ട് അറിയുന്ന നന്മകളുടെ വശങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സംസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് മുഖേന ഒരാൾ നന്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എന്തെന്നറിയുന്നതോ അത് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ദീൻ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, കുടുംബാദികൾ, മാതാപിതാക്കൾ, അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, പല രീതിയിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കീർണതകളും കഷ്ടതകളും ആദികളും വ്യാധികളും അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യണമെന്നാഥ. അള്ളാഹുവെ, പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായ പ്രതിസന്ധികളും ദയനീയതയും അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തികമായിട്ട് അവർക്ക് ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യണമെന്നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.